നാളെ എന്നെ വിളിക്കണം, എന്നിട്ട് നീ കിടന്നാൽ മതി. എന്നെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരികയില്ല, സത്യത്തിലെ ബുദ്ധിമുട്ട്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. ഒരുപാട് നന്മമരങ്ങൾ കടപുഴകി വീഴുന്ന കാഴ്ച നമ്മൾ നിരന്തരം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികം. അവസാനമായിട്ട് നമ്മൾ കണ്ടത് ഫിലിപ്പ് മമ്പാട് എന്ന മോട്ടിവേഷണൽ സ്പീക്കറുടെ ഒരു അറസ്റ്റാണ്. വെടിവെച്ച് കൊല്ലണപ്പ അതിനെ വെച്ച് പോകുന്നത് കാണുമ്പോൾ ഒരുപാട് വിഷമിച്ച മനുഷ്യരുണ്ട്. കാരണം അവരുടെയൊക്കെ മനസ്സിൽ നന്മ മരമായി പടർന്ന് പന്തലിച്ച് നിന്ന ഒരു മനുഷ്യനാണ് ഫിലിപ്പ് മമ്പാട്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പക്ഷെ താൻ കാണിച്ച പോക്രിത്തരം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. നിനക്കൊക്കെ രണ്ട് പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂട മലമങ്കി. പിന്നെ പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. കേസ് എങ്ങാനും എടുത്താൽ ഞാനങ്ങ് ഇല്ലാതായി കളയും എന്നുള്ള ഭീഷണിയൊക്കെ പോലീസുകാർക്ക് നേരെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത് പ്ലീസ്. വലിയൊരു ചൂഷണം ഇയാളിൽ നിന്ന് നേരിടേണ്ടി വന്ന 16 വയസ്സുകാരി സ്കൂളിൽ കൗൺസിലിംഗിനിടെ വെളിപ്പെടുത്തിയ വിവരമാണ് കേട്ടോ. ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിവരങ്ങളാണ് ആ പെൺകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യൂ. പുറത്തു മാഞ്ഞ് പുള്ളി തനി ആഭാസൻ. നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്. ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഈ പെൺകുട്ടിയുടെ അച്ഛനെ അമ്മയും നോക്കി രണ്ടെണ്ണം പൊട്ടിക്കാനാണ് തോന്നിയത്. 100% ഞാൻ യോജിക്കുന്നു. കേട്ടുള്ള നന്മമരം എന്ന ഒരു അറിവ് മാത്രം വെച്ച് ഒരുത്തന്റെ കൂടെ കൊണ്ട് താമസിപ്പിക്കുക, അയാളെ അങ്ങ് ഏൽപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത്ര വിവരദോഷികളാണോ? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. ഇപ്പൊ അച്ഛന് മനസ്സിലായില്ലേ? ഒന്നിനും കഴിവില്ലാത്തവർ, വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നവർ, അത്തരത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ഇല്ലടാ, നീ ഒരിക്കലും നന്നാവില്ല. ഈ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയാ, നശിച്ചു പോന്നേ. പഠനത്തിലൊക്കെ പിന്നോക്കം നിന്നതിനെയൊക്കെ തുടർന്ന് ഇയാള് ഒരു നന്മമര പരിവേഷമാണല്ലോ കിട്ടിയത്. അപ്പൊ ഇയാളെ വിശ്വസിച്ച് ഇയാളുടെ അടുത്ത് കൊണ്ടാക്കുകയായിരുന്നു. നോക്കിക്കോ, മോനെ വളർത്തിയതിന്റെ പിടിപ്പ് കേടോർത്ത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കും. വയ്യ, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഈ കുട്ടി കരയുകയും പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചവർ കൊണ്ടുപോയതും കൗൺസിലിംഗ് സ്കൂളിൽ കൊടുത്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തറിഞ്ഞതും. ഓർക്കുമ്പോ സങ്കടം വരിക. അവര് പറഞ്ഞത് മുഴുവൻ ശരിയാണെങ്കിൽ കഷ്ടല്ലേ ആ കുട്ടിയുടെ കാര്യം. അയാള് വിവാഹമോചിതനാണ്, അയാൾക്ക് സ്വന്തം മക്കളെ നന്നായിട്ട് വളർത്താൻ അറിയില്ലായിരുന്നു. എന്നിട്ട് ഇയാള് നാട്ടുകാരെ നന്നാക്കാൻ നടക്കുകയാണോ? അടിച്ചോ ഒളിക്കടവിൽ അമ്മൂമ്മമാരെ കുളിച്ചും കാണുന്നവരെ അടിച്ചോ കാണിച്ചത് വൻ പോക്രിത്തരമാണ്, തോന്നിയാസമാണ്, അതിൽ യാതൊരു സംശയമില്ല. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതിയോ ശവത്തി കുത്തിയത്? കുത്തും, ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ ഇയാൾ മാസ്ക് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അതൊക്കെ ഒരു സൂചനയാണ്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉറപ്പുള്ള ഒരാള് നല്ല ധൈര്യത്തോടു കൂടി വരുന്ന പ്രതിബന്ധങ്ങളെയൊക്കെ നേരിടും. എന്നെ തേച്ചതാണല്ലേ. ശരി, ചത്താ ഞാൻ നാളെ വരാം.